ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച ആദം ഹവ്വ ദമ്പതികൾ നമുക്കേവർക്കും സുപരിചിതരാണ്. ഏദനിലെ സന്തോഷവും സുരക്ഷിതത്വവും അവർക്ക് അന്യമായതിന്റെ കാരണങ്ങളും നമുക്ക് മനപ്പാടാണ്. എന്നാൽ ആധുനിക ഹവ്വയെയും അവർക്ക് ലഭിച്ച പുതിയ ഫ്ലാറ്റിലെ ജീവിതവും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആധുനിക ഹവ്വ അല്ലെങ്കിൽ ന്യൂജൻ ഈവ്. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. ഹവ്വായേ, വീട് മാറ്റത്തിന് വരാൻ പറ്റിയില്ല. പുതിയ വീട് കാണാൻ ഇറങ്ങിയതാ. ഇനി സൂസി, ഇത് കണ്ടോടി, എന്ത് രസമായി വീടിന്റെ പണി. വന്ന കാര്യം നിൽക്കാതെ അകത്തോട്ട് കേറി വാ. വീടൊക്കെ ഒന്ന് ശരിക്കും കാണണ്ടേ. വാ, ഇതാ ഞങ്ങളുടെ വീട്. അല്ല, ഈ ടൈലൊക്കെ എവിടുന്നായിരുന്നേ? ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതാ ആ കളർ വേണ്ടെന്ന്. എന്താ ഫലം? ഈ കളറ് സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂമിന്റെ പണിയൊക്കെ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. പിന്നെ സോഫ ഉണ്ടോടി, എന്ത് രസം നോക്കാണ്. ഈ കർട്ടൻ കണ്ട എന്നാ കളറാ. നിങ്ങളെന്നാ ഈ വീടൊക്കെ ഒന്ന് ശരിക്കും കാണാൻ ഞാൻ പോയി 2 ചായ എടുത്തോണ്ട് വരട്ടെ. എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. എന്തായിരിക്കും അത്? ശരിയാ, ഞാനും അത് ആലോചിക്കുന്നത്. എന്നാലും ഹവ്വ ഭാഗ്യം ചെയ്തവളാ. ആദമച്ചായ കിട്ടുക തന്നെ ഭാഗ്യമാ. പക്ഷെ എന്തോ ഒരു കുറവുണ്ട് വീട്ടില്. ശരിയാ, ഞാനും അത് ആലോചിക്കുന്നത്. എന്തോ കുറവ്? സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പൈപ്പ്, മിനിമുന്ന ലൈറ്റ്, നല്ല സോഫ, നല്ല കട്ടൻ, ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നതാ. അല്ലടി, എന്തോ ഒരു കുറവുണ്ട്. പിന്നെ നീ വെറുതെ ഇരിക്കുമ്പോൾ സമയം കളയാൻ എന്തുവാ ചെയ്യുന്നേ? അത് ഞാൻ ബൈബിള് വായിക്കും, പിന്നെ പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴും ഇതെല്ലാം ചെയ്തോണ്ടിരുന്നാൽ ബോറടിക്കില്ലേടി? ബൈബിളൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിച്ചാ പിന്നെ അത് വായിക്കാനേ തോന്നത്തുള്ളൂ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു TV വേണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. നിന്റെ അച്ഛനൊന്നും പറഞ്ഞു നോക്ക്. ഇത്രയുമൊക്കെ വീട്ടിൽ ചെയ്യുകയാണല്ലേ, തളർന്നിരിക്കില്ല. അത് അത്ര ആവശ്യമാണോ? എന്റെ ഹവ്വേ, അതില്ലാത്ത ഒരു വീടില്ല. നമ്മൾ തന്നെ ഇരിക്കുമ്പോ എത്ര രസമായിട്ട് സമയം കളയാന്നറിയോ? എന്നാ ഒന്ന് ചോദിച്ചു നോക്കല്ലേ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്നാ ഞങ്ങളൊന്ന് പോട്ടെ. അയ്യോ, അച്ഛൻ ആകെ ക്ഷീണിച്ചു പോയല്ലോ. വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചു. നല്ല തക്കാളിപ്പഴം പോലെ ഇരുന്നതാ. ആകെ ഒന്ന് ക്ഷീണിച്ചു. പോലെ കണ്ടോ? എന്നാ ഈ ഫാൻ എടുക്കട്ടെ, ദേഹം ഒന്ന് തണുക്കട്ടെ. എന്നാ പറ്റി? കടത്തിൽ കുത്തിയ മോന്ത പോലെ ആയിരുന്നല്ലോ. എനിക്ക് എന്താ ഒരു മാറ്റം? എന്തോ കാര്യം സാധിക്കാനുണ്ട്. ഇവിടെ ആരും വന്നായിരുന്നോ? ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. ഞാൻ എന്ത് പറഞ്ഞാലും ഈ വർത്താനേ പറയത്തുള്ളു. എന്നോട് ഒരു സ്നേഹവും ഇല്ല. അച്ഛൻ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? പിന്നെ കുറച്ചു മുൻപ് അങ്ങേ ഫ്ലാറ്റിലെ ഗൗരി സൂസിയും വന്നായിരുന്നു. അവര് വന്നിട്ട് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരൊരു കുറവ് കണ്ടുപിടിച്ചു. അത് ശരി, എന്നിട്ട് കേൾക്കട്ടെ. അച്ഛായ, അവര് പറഞ്ഞു ഈ വീട്ടിലൊരു TV ഇല്ലെന്ന്. അച്ഛായ, അത് നമുക്കൊരു കുറച്ചിലല്ലയോ? നമുക്ക് ഒരെണ്ണം മേടിക്കണ്ടേ? എനിക്കറിയായിരുന്നു എന്തെങ്കിലും കോടാലി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സാധനം ഇല്ലാത്തോണ്ട് ഇവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. ഞാൻ എന്ത് പറഞ്ഞാലും ഈ വർത്താനേ പറയത്തുള്ളു. എന്നോട് ഒരു സ്നേഹമോ ഇല്ല. അല്ലേലും ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. ഹവ്വേ, വെറുതെ കരയാതെ. ഞാൻ എന്തെങ്കിലും വഴി നോക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം സാധിച്ചു തന്നതല്ലേ, തരാതിരിക്കത്തില്ല. ശരി ശരി. ഇതെന്തോ ദൈവം നന്നായി നോക്കിക്കേ. നിനക്കാണെന്തോ ഇത്ര പണി? ആദ്യം എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുപോവാ. ഹായ് TV, എനിക്ക് സന്തോഷമായി. ഇനി ആ ഗൗരിയുടെയും സൂസിയുടെയും മുൻപിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കണം.
വന്നതാ. എന്റെ മനുഷ്യ, വെള്ളമൊക്കെ പിന്നെ തരാം. ആദ്യം നിന്ന് ഓണാക്ക്, ഞാൻ അതൊന്ന് കാണട്ടെ. ആ നില്ല് നില്ല്, ഇത് കാണാൻ ദൈവം ചില കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷനോ? എന്തോന്ന് കണ്ടീഷൻ? ഈ ടിവിക്ക് 2 ബട്ടൺ ഉണ്ട്, പച്ചയും ചുവപ്പും. അതിൽ പച്ച ബട്ടൺ അമർത്തിയാൽ എല്ലാ പ്രോഗ്രാം നിനക്ക് കാണാം. പക്ഷേ ചുമപ്പ് ബട്ടൺ ഒരിക്കലും അമർത്തരുത്. അതിൽ ഉള്ളത് കാണുകയും അരുത്. അപ്പൊ ഏത് ബട്ടൺ ദൈവം അമർത്തരുതെന്ന് പറഞ്ഞത്? അത് പച്ച ബട്ടൺ, പച്ച ബട്ടൺ. അയ്യോ മണ്ടി, അതല്ലടി, ചുമപ്പ് ബട്ടനാ. ഓ ശരി ശരി, ഞാൻ അതൊക്കെ അനുസരിച്ചോളാം. ആദ്യം ഓണാക്ക്, ഞാനൊന്ന് കാണട്ടെ. എത്ര നാളായി കാത്തിരുന്നു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എത്ര നാളായി കൺവെൻഷനോ പോവാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ. ദൈവമേ, സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഹല്ലേലൂയ. ടിവി ഒക്കെ വന്നല്ലോ. ഇത് എന്താ ഈ കണ്ടോണ്ടിരിക്കുന്നത്? അയ്യോ, നല്ല പ്രോഗ്രാം വല്ലതും വെക്കാൻ വയ്യുന്നു. ഈ പാട്ടും ആരാധനയും അല്ലാതെ കാണേണ്ട സൂപ്പർ പരിപാടികൾ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാമോ? എന്റെ ഹവേ, നീ ചുമന്ന മറ്റൊരു നിൽക്കിയേ. അയ്യോ വേണ്ട ഗൗരി, വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. ദൈവം ഇത് തന്നപ്പോ പ്രത്യേകം പറഞ്ഞതാ, ചുമപ്പ് ബട്ടണിൽ തൊടരുത്, അതിലുള്ളത് കാണുകയും ചെയ്യരുതെന്ന്. ഓ പിന്നെ ഞങ്ങൾ ഇത് എന്തോരം കണ്ടതാ. ഒരു കുഴപ്പവുമില്ല. ദൈവം ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ ആ റിമോട്ടിന് തന്നെ, ഞാൻ കാണിച്ചു തരാം. അയ്യോ വേണ്ട സൂസി, ചതിക്കരുത്. ദൈവം ഇത് തന്നപ്പോ പ്രത്യേകം പറഞ്ഞതാ, ഇതിൽ ചുവപ്പ് ബട്ടണിൽ ഞെക്കരുത്, അതിനുള്ളത് കാണുകയും ചെയ്യരുത്. അയ്യേ, ഇവർക്കൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്ക് ഹവേ, ഇങ്ങോട്ട് നോക്ക്. ഹായ്, എന്ത് നല്ല പ്രോഗ്രാമാ. ആ പെണ്ണുമഴ ഉടുത്തോട്ട് വന്നേക്കുന്ന സാരി കണ്ടോ? എന്ത് രസമാ കാണാനായിട്ട്. ഇതൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ലേ ഇല്ലായിരുന്നു. എങ്ങടി അവളുടെ മുഖം കണ്ടോ? ഇനി അവൾ അവിടെ ഇരുന്നോളൂ, നമുക്ക് പോയേക്കാം. അമ്മായിന്റെ ആള് കൊള്ളാലോ. ആ മരം വിട്ട് ഓരോ അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കണം അങ്ങോട്ട്, പഠിക്കങ്ങോട്ട്. ചെറുക്കന്റെ ഡാൻസ് കണ്ടോ? എന്ത് നല്ല രസമായിട്ടാ കളിക്കുന്നേ. ഇതെന്നാ ഇവിടെ ഒരു ബഹളം? എന്റെ ദൈവമേ, എടി ഹൗവേ, നീ ചതിച്ചോ? ഈ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഒന്നുമില്ലേ? ദൈവം വരുമ്പോൾ എതിരേൽക്കേണ്ട വീടാ. ഹൗവേ, എടി ഹൗവേ. എന്റെ അച്ചായ, ഇതൊന്ന് നോക്കി, എന്തൊരു കടന്ന് ചാട്. അയ്യോ നോക്കി അച്ചായ, ആ പെണ്ണുമ്പുള്ളി ഒളിത്തോണ്ട് വന്നിട്ടുള്ള സാരി കണ്ടോ? എന്നാ സൗന്ദര്യമാ. ആ പെൺകൊച്ചിനെ കാണാൻ എന്തൊരു സ്റ്റൈല്. ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിനെ എടുത്ത് കിണക്കിടാൻ തോന്നുന്നത്. എന്തുവാ എന്തോ എന്തോ പറഞ്ഞേ? ഓ ഒന്നുമില്ലേ. അയ്യോ ദൈവം വരുന്നു. അയ്യോ ദൈവം വരുന്നു. നമുക്ക് ഒളിക്കാം അച്ചായ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു വേണ്ടാന്ന്. പറഞ്ഞു, ഞാനത് ചെയ്തു പോയില്ലേ. ഇതെല്ലാം ഒപ്പിച്ച് എവിടെ കൊണ്ട് ഒളിപ്പിക്കും? ഇവിടെ വെക്കാം. അല്ലേ വേണ്ട, ഇവിടെ വെക്കാം. വേണ്ട വേണ്ട, അവിടെ കൊണ്ടുവെക്കാം. അല്ലേ അത് മൂടിയിടേ. നീ എന്നോട് കൂടി ഇരിക്കാൻ പറഞ്ഞ് ഈ സ്ത്രീ പറഞ്ഞു. ഞാൻ ചെയ്തു പോയി. എന്റെ മനുഷ്യ, അത് ഞാനല്ല. ദൈവമേ, അത് ഞാനല്ല ചെയ്തത്. അത് അങ്ങേ ഫ്ലാറ്റിലെ ഗൗരിയും സൂസിയും പറഞ്ഞു. ഞാൻ അത് ചെയ്തു. എന്റെ കൽപ്പനയെ നിങ്ങൾ ലംഘിച്ചതുകൊണ്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആദ്യമേ നീ നിന്റെ ജീവിതകാലം മുഴുവൻ കരണ്ട് വില്ലടിച്ച് കുത്തുവാള ഇടണം. അവയിൽ സീരിയൽ കണ്ട് കരഞ്ഞ് എന്റെ ജീവിതം അവസാനിച്ചു പോകും. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ള
ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 1 യോഹന്നാൻ 2:16